മെന്ററിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്തെത്തിയ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ആ വിവാഹത്തിൻ്റെ ഒരു 2-3 ദിവസത്തിൽ ഉണ്ടാകുന്ന അട്രാക്ഷനാണ്. അന്നത്തെ ഫോക്കസ് പോയിന്റ് ഞങ്ങളാണ്. അതിലെന്തൊക്കെയാണ്? എല്ലാവരും നമ്മളെ അടുത്ത് വരും, എല്ലാവരും നമ്മളെയാണ് തിരയുക. 1, 2, നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടും, നമ്മളെ ഫോട്ടോസ് എടുക്കും. അതായത് ഒരു ആഘോഷത്തിൻ്റെ കേന്ദ്രബിന്ദു നമ്മളാകുന്നു. അതിൽ ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ കിട്ടും, 2-3 ഡ്രസ്സുകളാണ്. ഇത് പെൺകുട്ടികളുടെ ഒക്കെ സ്വപ്നമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ. പക്ഷേ ഇതിൽ വലിയ സംഖ്യ ചെലവഴിക്കുന്നവരുണ്ട്. 50,000 മുതൽ ലക്ഷങ്ങൾ, ചിലപ്പോൾ കോടികൾ വരെ ചെലവഴിക്കുന്ന ആർഭാടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ സാധാരണക്കാരായ വീടുകളിലെ കുട്ടികളും കാണുന്നു. ഇപ്പോൾ ഇൻസ്റ്റ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാലത്ത് അത് കൂടുതലാണ്. ഈ കുട്ടികളും അത് ആഗ്രഹിക്കും. ചില വീടുകളിലൊന്നും കല്യാണം നടത്താൻ തന്നെ കഴിയാത്ത അവസ്ഥകളുണ്ട്. അവർക്ക് അത്ര നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പീസ് വില്ലേജിലെ ഡ്രസ് ബാങ്കിൽ വിവാഹത്തിൻ്റെ വസ്ത്രങ്ങളുണ്ട്. വില കൂടിയ വസ്ത്രങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ചവരിൽ പലരും അത് പീസ് വില്ലേജിലേക്ക് തരും. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് വിവാഹത്തിന് അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വസ്ത്രങ്ങൾ അവർ പീസ് വില്ലേജിൽ വന്ന് എടുത്തു പോയിട്ടുണ്ട്. കുടുംബസമേതം വന്നിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ മുഖമുണ്ട്. ഇന്ന് പല കുട്ടികളും ഈ വസ്ത്രം ഇനി ഒരാൾക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്നാഗ്രഹിക്കുന്ന നല്ല മനസ്സുണ്ട്. ഞാൻ ഉപയോഗിച്ചത് എൻ്റെത് മാത്രമല്ല, അത് എന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് കൂടി ഉപയോഗപ്പെടട്ടെ.